വാളയാറിലെ കുട്ടികളുടെ മരണത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി കേസിലെ സാക്ഷി ജബ്ബാർ. ഇത്രയധികം കുട്ടികൾ മരിച്ചിട്ടും പോലീസ് അനങ്ങുന്നില്ല എന്ന് ജബ്ബാർ പറഞ്ഞു. ബന്ധുക്കളും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുന്നു, പോസ്റ്റ്മോർട്ടം പോലും ചെയ്യുന്നില്ല. മരിച്ചാൽ പോലീസിനെ പോലും അറിയിക്കാതെ സംസ്കാരം നടത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി വേണമെന്നും ജബ്ബാർ. ഇതിനകത്ത് ഇത്രയും പിള്ളേർ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പത്ര റിപ്പോർട്ടോ അതൊക്കെ ഇപ്പോഴല്ലേ വരാൻ തുടങ്ങിയത്. ഏത് വർഷം മുതലാണ് ഇവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറിയണ്ടേ? ഇതിൻ്റെ പ്രതികളാരാന്ന് അറിയണ്ടേ? ഇത് ആരാ അന്വേഷിക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയായിരിക്കാം, അവരെ പുറത്ത് അറിയിക്കാണ്ടാണ്. എന്തെങ്കിലും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇവർ മരണപ്പെടും. ഇല്ല, മരണപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് ഇന്നേ വരെ പത്രക്കാർക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പൂഴ്ത്തി വയ്ക്കുന്നത് പാരം ഒന്നല്ലെങ്കിൽ അവർ വീട്ടുകാരായിരിക്കാം, ഇല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ അവർ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു പൂഴ്ത്തി വയ്ക്കലായിരിക്കാം. സ്ത്രീയായി ജനിച്ചവർക്ക് എല്ലാവർക്കും നീതി കിട്ടണ്ടേ? എന്തുകൊണ്ടത് കിട്ടാത്തത്? സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ, ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഈ ജബ്ബാർ എന്ന സാക്ഷി പറയുന്നത്. അപ്പോൾ ഇതൊരു സംഘടിത കുറ്റകൃത്യം അവിടെ നടക്കുന്നു എന്ന് തന്നെയാണോ കരുതേണ്ടത്? ആരൊക്കെ ഇതിന് ഒത്താശ ചെയ്യുന്നു? എല്ലാവരുടെയും കുറ്റകരമായ പങ്കാളിത്തത്തെ പറ്റി എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നു? വേണു, അതായത് വാളയാറിലെ സഹോദരിമാരുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്നാമത്തെ സാക്ഷിയാണ് ജബ്ബാർ എന്ന് പറയുന്നത്. ജബ്ബാർ ഇപ്പോൾ പറയുന്നത് വാളയാറിൽ ഇത്രയധികം പെൺകുട്ടികളും ആൺകുട്ടികളും കുഞ്ഞുങ്ങൾ, അതായത് 14 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടും അതിലെ കേസ് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് പോലീസിന് വിമുഖത ഉണ്ടാവുന്നത് എന്നുള്ള പ്രധാനമായ ആരോപണമാണ് ജബ്ബാർ ഉയർത്തുന്നത്. മാത്രമല്ല, ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ അത് കൊലപാതകമോ ആത്മഹത്യ എന്തായാലും ഒരു മരണം നടന്നാൽ അതിൽ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ശവസംസ്കാരം നടത്താനുള്ള ധൃതി ആർക്കൊക്കെയോ ഉണ്ട്. മാത്രമല്ല, പോലീസും രാഷ്ട്രീയക്കാരും ഇടപെട്ടുകൊണ്ട് പല കേസുകളും, അത് ഇന്ന രാഷ്ട്രീയക്കാരെന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നതാണ് ആ ഒരു സംഘം എന്ന് പറയുന്നത്. പലരും ഈ കേസുകൾ തേച്ചുമാച്ചു കളയാനുള്ള ശ്രമം നടത്തുകയാണ് എന്നടക്കമുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം വാളയാറിലെ 23 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ 14ഓളം കുട്ടികളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് വരുന്നത് പോലും CBIയോട് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് നിലപാട് പറയുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. അത്തരത്തിൽ എന്തൊക്കെയോ ഒളിച്ചു കളിക്കാനുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്താകമാനം പോക്സോ കേസുകളുടെയും അതുപോലെ ആത്മഹത്യകളുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആത്മഹത്യകളുടെ ഒക്കെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷേ വാളയാർ എന്നുള്ള അതിർത്തി ഗ്രാമത്തിൽ ഈ വർധനവുണ്ടാകുമ്പോഴും കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണത്തിലേക്കാണ് മൂന്നാം സാക്ഷിയായ ജബ്ബാർ പോകുന്നത്. തുടർ ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൂടുതൽ സാക്ഷികളും കൂടുതൽ ഇരകളും ഒക്കെ നമ്മളോട് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും ജബ്ബാറിൻ്റേത് വളരെ ശക്തമായ ആരോപണമാണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. വേണു, ശരി. വാളയാറിലെ കുട്ടികളുടെ ദുരൂഹ മരണത്തിൽ സാക്ഷി ജബ്ബാർ അവിടുത്തെ ഏതൊക്കെ തരത്തിലുള്ള ഒത്തുകളികൾ നടക്കുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാനിയോ മനോമി.